50 വർഷത്തോളം CPM-ന് വേണ്ടി പ്രവർത്തിച്ച MP അലവിയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ചാണ് മങ്കടയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദിന് LDF പിന്തുണ നൽകുന്നത്. പത്രിക പിൻവലിക്കുന്നതിൽ വിഷമമില്ലെന്നും മുസ്ലിം ലീഗിലെ തർക്കങ്ങൾ മുതലാക്കുകയാണ് ലക്ഷ്യമെന്നും സ്വതന്ത്രരെ LDF പരീക്ഷിക്കുന്നത് പുതിയ കാര്യമല്ലെന്നും MP അലവി പറഞ്ഞു. പിൻവലിക്കുമ്പോൾ വിഷമല്ലേ? പിൻവലിക്കുമ്പോഴും പ്രശ്നമില്ല, യാതൊരു പ്രശ്നവും അതിനകത്തില്ല. ഞാനല്ലേ സ്ഥാനാർത്ഥി എന്നുള്ളവർക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. അതുപോലെ തന്നെയാണ് പാർട്ടി എന്നുള്ള രീതിയിൽ പാർട്ടി തീരുമാനമില്ല, അത് അംഗീകരിച്ചു പോവുക എന്നുള്ളത്. അല്ലാതെ അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ നിലപാടെടുത്ത് പോകലല്ല. അത് എല്ലാവരെയും പ്രത്യേകിച്ച് ഇന്നെ പോലുള്ള ആളാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി, അതിൻ്റെ വർഗ്ഗഭോജന സംഘടനകളുടെ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ലീഡർഷിപ്പിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മത്സരിക്കുക, ജയിക്കുക എന്നുള്ള ഒരു പാർലമെന്റ് വ്യാമോഹം വെച്ച് പോണ കാര്യമില്ല. മുസ്ലിം ലീഗ് മങ്കട മണ്ഡലം പ്രസിഡന്റായിരുന്ന കുന്നത്ത് മുഹമ്മദ് MLA-യോടും നേതാക്കളോടും ഇടഞ്ഞാണ് സ്വതന്ത്രനായി മത്സരരംഗത്തിറങ്ങിയിട്ടുള്ളത്. മങ്കട മണ്ഡലത്തിൽ MP അലവിയോട് പത്രിക പിൻവലിക്കാൻ CPM നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇടതു സർക്കാർ തുടരണമെന്നും മങ്കടയിൽ നിന്നും ഭരണകക്ഷിക്ക് ഒരു MLA വേണമെന്നുമാണ് ആഗ്രഹം. അതിന് മുസ്ലിം ലീഗിലെ തർക്കങ്ങൾ മുതലെടുക്കുകയാണ് ലക്ഷ്യമെന്നും MP അലവി പറഞ്ഞു. കേരളത്തിൽ 10 വർഷമായിട്ട് ഇപ്പോൾ ഒരു ഭരണം ഉണ്ടല്ലോ, LDF-ന്റെ. അത് മൂന്നാം ടൈം നിലനിർത്തുക എന്നുള്ളതിനെ സംബന്ധിച്ച് ആണ് ഞങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ചില കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്ക് വരുന്നതും നല്ലതാണ്. പ്രത്യേകിച്ച് മംഗള നിയോജകമണ്ഡലം എന്നുള്ള രീതിയിലേക്ക് ഒരു ഭരണകക്ഷിക്ക് ഒരു MLA എന്നുള്ളതും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ രീതിയിലാണ് സാധിക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുതലാക്കും എന്നുള്ളത് തന്നെയാണ്. KSKTU ജില്ലാ പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമാണ് MP അലവി. കൂട്ടിലങ്ങാടി മുൻ പഞ്ചായത്ത് അംഗമാണ്. CPM ഏരിയ സെക്രട്ടറി, നിർമ്മാണ തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി, ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ ട്രഷറർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ സ്വതന്ത്രരെ പിന്തുണയ്ക്കുന്നത് LDF-ൽ പുതിയ പരീക്ഷണമല്ലെന്ന് MP അലവി പറഞ്ഞു. പാർട്ടിയുടെ സ്ഥാനാർത്ഥിനെ പിൻവലിച്ച് കുന്നത്ത് മുഹമ്മദിന് സ്വതന്ത്രനെ അതിപ്പോൾ പുതിയതായിട്ടുള്ളൊരു ഏർപ്പാടൊന്നുമല്ല. കാരണം എന്താണ്, സ്വതന്ത്രന്മാരെ പല രീതിയിലേക്കും കേരളത്തിലും ജില്ലക്കകത്തും ഞങ്ങൾ പ്രതീക്ഷിച്ച് പോയിട്ടില്ല. ഞങ്ങളെ സ്വതന്ത്രനെ പ്രതീക്ഷ 1980 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഖാവ് TK ഹംസാഖാൻ്റെ അയാളന്ന് DCC പ്രസിഡന്റാണ് വരുന്ന സമയത്ത് അത് ജയിച്ച അയാളിപ്പം ആൾ കൂടെ ചെയ്യാൻ അതിലിപ്പോൾ ചില ആളുകൾ നിൽക്കും, ചിലവർ ഇപ്പോൾ കെട്ടി ജലീൽ ഇപ്പോഴും സ്ഥാനാർത്ഥിയല്ലേ, അദ്രഹ്മാൻ ഇപ്പോഴും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നില്ലേ. അതിലിപ്പോൾ മറുകണ്ടം ചാടി പോയി ആണെന്നുണ്ടെങ്കിൽ അൻവർ മാത്രമാണ്. അതിപ്പോൾ ഇതിൽ ആ രീതിയിൽ പെടുത്തി പോകേണ്ട ഒരു കേസല്ല. അപ്പോൾ ഇടതുപക്ഷ മേഖലക്കകത്ത് സ്വതന്ത്രമാരെ പരീക്ഷിക്കുക എന്നുള്ളത് പുതിയൊരു കാര്യമായിട്ട് വരുന്നതല്ല. പാർട്ടി തീരുമാനം അംഗീകരിക്കുമെന്നും പത്രിക പിൻവലിക്കുമെന്നും MP അലവി പറഞ്ഞു. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.